Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ ഇത് കഴിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിനു വേണ്ടി നമുക്ക് ഒരു റോബസ്റ്റ് പഴമാണ് വേണ്ടത്. ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് 1/2 കപ്പ് റാഗിയാണ് നമ്മൾ എടുത്താക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇടണം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതിടാം. പിന്നെ 1 സ്പൂണ് എള്ള്, കറുത്ത എള്ള് തന്നെയാണ് ഉപയോഗിച്ചേക്കണേ. 1/4 സ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമ്മുടെ പഴം, നമ്മുടെ പേസ്റ്റ് ആക്കി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു റോബസ്റ്റ് പഴമാണ് പേസ്റ്റ് ആക്കി എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് 1/4 കപ്പ് വെല്ലം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുക്കിയ വെല്ലം, നല്ല കട്ടിയിൽ ഉരുക്കിയ വെല്ലമാണ്. ഇതിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെല്ലത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം, നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പഴത്തിൻ്റെ മധുരം വെല്ലത്തിൻ്റെ മധുരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മാവൊക്കെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 hour റെസ്റ്റിംഗ് ടൈം ഇതിന് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് തിക്നെസ് വളരെ കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇളം ചൂടുള്ള വെള്ളം 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിക്നെസ് കുറയ്ക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ 1/2 hour ആയി വെച്ചേക്കണം. നമ്മൾ ഇത് അത്യാവശ്യം ഇപ്പോൾ കട്ടിയിൽ തന്നെ ഉണ്ട്. 1/4 ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ ഇട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാനിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിക്കാം. എനിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് ഉണ്ണിയപ്പം, നമ്മുടെ റാഗി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ചൂടായതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മുടെ വെന്ത് കിട്ടില്ല. ഇപ്പം നമ്മുടെ ഒരു ഭാഗം അയച്ചിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടത് തീരെ ഒട്ടാണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി എടുത്തു മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് നല്ല സോഫ്റ്റാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ നല്ല സോഫ്റ്റാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.